അൻകിത 10 മിനിറ്റ് ആയി, പെട്ടെന്ന് വായോ. എത്ര നേരമായിട്ടാ നീ ബാത്റൂമിന്റെ ഉള്ളില്? ഡ്രിങ്ക്സ് റെഡിയാണ്, എന്റെ മൂഡും സെറ്റാണ്. പെട്ടെന്ന് വാ. വേണ്ട വേണ്ട. ശുക്ല സാർ, നിങ്ങൾ വലിയ ബിൽഡറാണ്. എന്നെ പോലെ ചെറിയ ആൾക്ക് നിങ്ങൾ എന്തിനാ എത്രയും ശല്യം തരുന്നത്? ഇവിടെ നോക്ക്, 6 മാസമായിട്ട് പ്രോജക്റ്റ് നിന്ന് എടുക്കുകയാണ്. അതും സ്റ്റേയിൽ വെച്ചിരിക്കുക. കോടിക്കണക്കിന്റെ പ്രോജക്റ്റാ. നമ്മൾ പിന്നെ സംസാരിക്കാം. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വല്ല ഡൊണേഷൻ അയക്കട്ടെ? ശരി സാർ, പ്ലീസ് ചെയ്തോളൂ സാർ. ഞാൻ നിങ്ങളുടെ ഫോണിന് വേണ്ടി കാത്തിരിക്കും സാർ. ഷുവർ. സുജാത, ഈ റൂമിൽ മാത്രമേ നീ ക്ലീനിങ് ചെയ്യുള്ളോ? മുഴുവൻ വീട് അഴുക്കായി കിടക്ക. ആദ്യം പോയി അടുക്കള ക്ലീൻ ചെയ്യേ. ശരി. എപ്പോഴും ടൈം പാസ് ചെയ്തോണ്ടാ ഇരിക്കുന്നത്. ഞാൻ നിന്നോടൊന്ന് സംസാരിക്കണം. ഈ പെണ്ണ് ശരിയല്ല. അവളുടെ കണ്ണ് മൊത്തം നമ്മുടെ പണത്തിന്റെ മേലെയാ. പണത്തിന് മേലെ എല്ലാവർക്കും കണ്ണുണ്ടാവും. അവള് നോക്കുന്നതൊന്നും കാര്യമാക്കണ്ട. അവള് ചെന്ന് ജോലി മാത്രം നോക്കിയാൽ മതി. 2 വർഷമായിട്ട് അവൾ ഈ വീട്ടിൽ ജോലി ചെയ്യല്ലേ. പക്ഷെ ഇതുവരെയായിട്ട് ഒരു പൈസ പോലും അവൾ മോഷിച്ചിട്ടില്ല. പണത്തിനെ കുറിച്ച് മാത്രമല്ല, അവളുടെ നടത്തിയും ശരിയല്ല. എപ്പോഴും എന്റെ മുന്നിൽ നടക്കാനാണ് അവൾക്ക് ആഗ്രഹം. ഒരു വ്യത്യാസമായ ബിഹേവിയറാണ് അവൾക്ക്. പക്ഷെ നിന്റെ മുമ്പിൽ വേറെ പോലെ അവൾ ജോലി ചെയ്യുന്നത്. ഈ ഇടയ്ക്കൊക്കെ എന്നെ ടച്ച് ചെയ്യാൻ അവൾ നോക്കി. പറയുന്ന കേക്ക്, ഇവിടെ ജോലിന്ന് പറഞ്ഞുവിട്. അല്ലെങ്കിൽ വലിയതായിട്ട് ഇവിടെ നമുക്ക് വല്ലതും പണിയും. സുജാത, പറയൂ ചേച്ചി. ഇതാ നിന്റെ സാലറി. ഇത്ര നേരത്തെയോ? ഇപ്പൊ മാസം അവസാനിച്ചിട്ടില്ലല്ലോ. നാളെ മുതൽ നീ ഇവിടെ ജോലിക്ക് വരേണ്ട ആവശ്യമില്ല. എന്താ പറ്റിയത് ചേച്ചി? എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായോ? നിന്റെ രീതികളൊന്നും അത്ര നന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. 2 വർഷമായിട്ട് ഞാൻ ഇതേ രീതിയിൽ തന്നെയല്ലേ ജോലി ചെയ്യുന്നേ. എന്നിട്ട് ഇപ്പൊ പെട്ടെന്ന് എന്താ ഉണ്ടായേ? ഒന്നുമില്ല. നാളെ മുതൽ നീ ജോലിക്ക് വരണ്ട. നീ വിചാരിച്ചത് ഒരു പണക്കാരന്റെ വീട്ടിൽ പോയി നീ അങ്ങ് ജോലി ചെയ്ത് അയാളെ നീ നിന്റെ ശരീര സൗന്ദര്യത്തിൽ വീഴ്ത്തി നീയും ഒരു പണക്കാരിയാവുന്നാണോ? സ്വയം നോക്കിയേ.
മുഖത്ത് ഈ മേക്കപ്പ് ഇട്ടുകൊണ്ട് മോളിവുഡിൽ പോയി ഓഡിഷൻ കൊടുക്കുകയായിരുന്നെങ്കിലേ നീ അപ്പോ ഒരു ഹീറോയിനൊക്കെ ഒട്ടും കുറവായിരിക്കില്ല. പക്ഷേ ഇല്ല, നീ ആ രാജീവിനെ വീഴ്ത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ട് ജീവിതത്തിലെ 2 വർഷം വെറുതെ കളഞ്ഞത്, ചുമ്മാ അടിച്ചു വരി തുടച്ചുകൊണ്ട്. എന്നിട്ട് അവസാനം എന്തുണ്ടായി? അവൻ നിന്നെ പിടിച്ച് ജോലിയിൽ നിന്ന് പുറത്താക്കി. ഇത്രയൊക്കെ നിന്നെ നാണം കെടുത്തിയിട്ട് നീ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ സുജാത. ഇതിന് ഞാൻ ഉറപ്പായും പകരം വീട്ടിയിട്ടേയിരിക്കൂ. എന്തെങ്കിലും ഒന്ന് ഉറപ്പായും ചെയ്തേ പറ്റൂ. താങ്ക് യു സോ മച്ച് ശുക്ല സർ. നിങ്ങൾ കാരണം നിന്നുപോയ പ്രോജക്റ്റ് ഇപ്പൊ എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. 1 അല്ല 2 ഫ്ലാറ്റ് നിങ്ങളുടെ വൈഫിന്റെ പേരിൽ ഞാൻ എഴുതി തരാം. ആദ്യം അപ്പാർട്ട്മെന്റ് പണി കഴിയട്ടെ. താങ്ക് യു. മരിക്കാനാണോ ഉദ്ദേശം? ഇങ്ങനെ റോട്ടിൽ നിന്ന് നിൽക്കുന്നു. നിങ്ങൾ എന്തിനാ സാർ എന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടത്? ഞാൻ നിങ്ങളോട് ഒരു തെറ്റും ചെയ്തില്ലായിരുന്നല്ലോ. നീ എന്റെ വീട്ടിൽ ജോലി ചെയ്താൽ നമുക്കുള്ളിൽ വല്ല തെറ്റായ ഉദ്ദേശം ഉണ്ടായിട്ടുണ്ടാവും. 1 മിനിറ്റ് നിൽക്ക്. പിടിക്ക്. 5 ലക്ഷം. 2 കൊല്ലത്തിന്റെ സാലറി ഞാൻ ഒന്നായിട്ട് തന്നിരിക്കുക. ഇപ്പൊ ഇവിടുന്ന് പോ. ഞാൻ ഭിക്ഷ യാചിക്കാറില്ല, ഞാൻ അധ്വാനിച്ച് ജീവിക്കുക ചെയ്യാറ്. അധ്വാനിക്കുന്നതാണോ നിന്റെ ഇഷ്ടം? അധ്വാനിക്കാനാണെങ്കിൽ വേറെ വീട് കിട്ടുമല്ലോ. ഇവിടെ കാര്യം ജോലിയല്ല സാർ, എന്റെ അഭിമാനമാണ്. നിങ്ങൾ എന്തിനാ കവിത ചേച്ചിയോട് എന്നെ കുറിച്ച് നുണകളൊക്കെ പറഞ്ഞത്? ഒരിക്കൽ പോലും ഞാൻ നിങ്ങളെ എന്നിലേക്ക് ആകർഷിക്കാൻ നോക്കിയിട്ടില്ല. അതുപോലെ തന്നെ ഒരിക്കൽ പോലും തെറ്റായ രീതിയിൽ നിങ്ങളെ തൊട്ടിട്ടില്ല. പിന്നെ എന്തിനാ നിങ്ങൾ ചേച്ചിയോട് നുണ പറഞ്ഞത്? എന്റെ സമയത്തിന് എന്തിനാ വെറുതെ കളയുന്നേ? ഇവിടെ നിന്ന് പെട്ടെന്ന് പോ. സോറി പറയ, എന്നിട്ട് പോയാ മതി ഇവിടുന്ന്. സോറി. ആദ്യം നിന്റെ സ്റ്റേറ്റസ് എന്താന്ന് നോക്ക്. ഒന്ന് പോടി. രാജീവ്, ഞാൻ നിങ്ങൾക്ക് അവസാന അവസരം തന്നത്. ഇനി ഞാൻ ഒരിക്കലും ചെയ്യാൻ ആഗ്രഹിക്കാത്ത കാര്യം ചെയ്യാൻ പോകുന്നത്. ജോലിക്ക് വരണ്ടെന്നല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്? ഞാൻ ഇവിടെ ജോലി ചെയ്യാൻ വന്നതല്ല, നിങ്ങളോട് ചില സത്യങ്ങൾ പറയാൻ വന്നതാ. എന്താ? അകത്തിരുന്ന് സംസാരിച്ചാലോ? പറയൂ. എനിക്കറിയാം നിങ്ങൾ ഒട്ടും താല്പര്യം ഉണ്ടായിട്ടല്ല എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടതെന്ന്. രാജീവ് സാർ പറഞ്ഞതുകൊണ്ട് പറഞ്ഞു വിട്ടതാ. ശരി, ഇപ്പൊ അതുകൊണ്ട് എന്താ? അതിൽ പ്രശ്നമുണ്ട് ചേച്ചി. എന്റെ ആത്മാഭിമാനം. രാജീവ് സാർ വിചാരിക്കുന്നത് എനിക്ക് വേണ്ടത് അദ്ദേഹത്തെയോ അദ്ദേഹത്തിന്റെ കാശോ ആണെന്നാണ്. പക്ഷെ സത്യം അദ്ദേഹം നല്ലൊരു മനുഷ്യനല്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാ അദ്ദേഹം എന്നെ മനഃപൂർവ്വം ഈ ജോലിയിൽ നിന്ന് പുറത്താക്കിയതാണ്. കാരണം ഞാൻ എങ്ങനെ അയാളെ കുറിച്ചുള്ള സത്യം നിങ്ങളോട് പറഞ്ഞെങ്കിലോ എന്ന് പേടിച്ചു. അതെന്താ അത്? ചേച്ചി, നിങ്ങളുടെ ഭർത്താവിന് മറ്റേതൊരു സ്ത്രീയുമായി ബന്ധമുണ്ട്. നിന്റെ വായിൽ വരുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ. ഞാൻ പറയുന്നത് സത്യമാണ്. ഞാനത് എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ചേച്ചിക്ക് ഓർമ്മയില്ലേ ചേച്ചി ചേച്ചിയുടെ അമ്മയുടെ മോളുടെ കല്യാണത്തിന് വേണ്ടി നാട്ടിൽ പോയിരുന്നത്? അപ്പൊ സാർ എനിക്കും ലീവ് തന്ന് പറഞ്ഞയച്ചിരുന്നു.
സുജാത, പറയൂ സർ. മാഡം നാട്ടിലേക്ക് പോയിരിക്കുവോ? ഞാനും കുറച്ച് നേരത്തിൽ ജോലിക്കാരുമായിട്ട് പോവും, പുറത്തു പോവും. നീ വീട്ടിൽ പോയിക്കോ. ശരി സർ, ഞാൻ ഈ ജോലികളൊക്കെ തീർത്തിട്ട് വീട്ടിൽ പൊക്കോളാം. ഗുഡ്. സാർ പറഞ്ഞതനുസരിച്ച് ഞാൻ ലീവ് എടുത്ത് വീട്ടിൽ പോയിരുന്നു. രാത്രി ഞാൻ മൊബൈൽ ചാർജ് ചെയ്യാൻ നോക്കുമ്പോൾ ഓർമ്മ വന്നത് ചാർജർ ഞാൻ ഇവിടെ വെച്ചിട്ട് പോയിരിക്കുകയാണെന്ന്. അപ്പൊ ഞാൻ തിരിച്ചു വന്നു, കാരണം എന്റെ കയ്യിൽ ഒരു എക്സ്ട്രാ കീ ഉണ്ടായിരുന്നു. സർ, സുജാത, രാജീവ് ഇതാരാ? ഞാൻ പറയാം, ഞാൻ ഇപ്പൊ വരാം. ഓക്കെ? പക്ഷേ നീ ഇവിടെ എന്താ ചെയ്യുന്നത്? വരണ്ടാന്ന് പറഞ്ഞില്ലേ? നീ എങ്ങനെയാ ഉള്ളിൽ കയറിയേ? ലോക്ക് ചെയ്തതാണല്ലോ. വീടിന്റെ എക്സ്ട്രാ കീകൾ ഉണ്ട് എന്റെ കയ്യിൽ. ചേച്ചി എനിക്ക് തന്നതാണ്. നോക്കിയേ, ഈ കാര്യം കവിതയ്ക്ക് അറിയാൻ പാടില്ല, മനസ്സിലായോ? നിങ്ങൾ ചേച്ചി വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പാവാണ് ചേച്ചി. നിങ്ങൾ ദൈവത്തെ പോലെയാ കാണുന്നത്. എന്നാ ഞാനൊരു മനുഷ്യനാ. മനുഷ്യന്മാര് തെറ്റ് ചെയ്യും. നീ തന്നെയല്ലേ ചെയ്യുന്നത്? ഓണർ വരണ്ടാന്ന് പറഞ്ഞതിന് ശേഷം ഡ്യൂപ്ലിക്കേറ്റ് കീ ഇട്ടിട്ട് നീ ഉള്ളിൽ കയറാൻ ശ്രമിച്ചത് എന്തിനാ? കക്കാനാണോ? അല്ലെങ്കിൽ കൊല ചെയ്യാൻ പോവാണോ? വാ, നേരെ പോലീസ് സ്റ്റേഷൻ പോവാ. നീ തെറ്റ് ചെയ്തിട്ടില്ല, നിരപരാധി എന്ന് പ്രൂവ് ചെയ്യാൻ തന്നെ കുറെ കൊല്ലങ്ങളാവും. പക്ഷെ ഞാനത് ചെയ്യില്ല. അതേപോലെ നീയും ഈ കാര്യത്തെക്കുറിച്ച് കവിതയോട് പറയല്ലേ, മനസ്സിലായോ? സാറിനെ പേടിച്ചിട്ടാണ് ഞാൻ ഈ കാര്യം ചേച്ചിയോട് ഇതുവരെ പറയാതിരുന്നേ. പക്ഷെ സാറിനത് അറിയായിരുന്നു. അങ്ങേർക്ക് എന്നെ കണ്ടപ്പോ മനസ്സിലായി എനിക്കിത് ഒത്തിരി ദിവസം ചേച്ചിയുടെ അടുത്തൊന്ന് മറച്ചു വെക്കാനാവില്ലെന്നുള്ളത്. സാറിന്റെ കാര്യം ഞാൻ ചേച്ചിയോട് വന്ന് പറയുന്നതിന് മുമ്പ് ചേച്ചിയോട് പറഞ്ഞ് എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കി. ജോലി കിട്ടാൻ വേണ്ടി തെറ്റ് ചെയ്യുന്നവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും തരം താഴും ഞാൻ പ്രതീക്ഷിച്ചില്ല. നീ എന്റെ ഭർത്താവിനെ പറ്റി എന്ത് പറഞ്ഞാലും ഞാൻ അതുപോലെ അങ്ങ് വിശ്വസിക്കുമെന്ന് വിചാരിച്ചോ? എന്റെ ഭർത്താവ് എനിക്ക് ദൈവത്തിനെ പോലെയാ. അദ്ദേഹം എന്നെ ഒരിക്കലും ചതിക്കില്ല. ചേച്ചി, ഞാൻ പറയുന്നത് സത്യമാണ്. ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. എന്നെ കണ്ണുകൊണ്ട് കണ്ടാൽ മാത്രം ഞാൻ വിശ്വസിക്കുള്ളൂ. എനിക്ക് ഈ സംശയം മുന്നേ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അന്ന് മൈ ബേബി, എത്ര നേരമായി ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ നിന്റെ കീ തന്നു വെച്ചിരിക്കുന്നത്. നീ ജോളിയായിട്ട് AC ഇട്ട് വെറുതെ ഇരുന്നൂടായിരുന്നോ? താങ്ക് യു സോ മച്ച്. കീ കൊടുത്തതിന് വേണ്ടിയാ. പക്ഷെ എന്നും ലേറ്റ് ആയിട്ടല്ലേ വരുന്നത്? എന്നും ഇങ്ങനെ വരത്തുള്ളോ? ബേബി, ഞാൻ ലേറ്റ് ആയിട്ട് വരണമെന്നല്ല, പക്ഷെ എന്റെ ജോലി നിനക്ക് അറിയാലോ. വർക്കേഴ്സ് തൊട്ട് ലീഡേഴ്സ് വരെ എല്ലാരും ഞാൻ മീറ്റ് ചെയ്തിട്ടാ വരണേ. മതി മതി. ശരി, നീ ഒരുപാട് സംസാരിച്ച് ടൈം വേസ്റ്റ് ചെയ്യാ. ആദ്യം പോവാം. വാ 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 വാ. എന്താ ഇത്? എന്നും ജോലിക്ക് വന്നു, എന്നും ലേറ്റ് ആയിട്ടും വരുന്നു. ശരി ശരി ശരി, സോറി. ഇനി ഞാൻ കറക്റ്റ് ആയിട്ട് ടൈമിന് വരാം. അതൊന്നും പറ്റില്ല. സോറി പറഞ്ഞ് രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. നീ എന്നെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകണം. ഷോപ്പിംഗ് പോണോ? എവിടെ പോണെന്ന് പറ. ലണ്ടൻ, സ്വിറ്റ്സർലാൻഡ്, ദുബായ്, എവിടെ പോവാന്ന് പറ. ഐ സി, ഫോറിനിൽ പോവാൻ തക്കവണ്ണം
നിനക്ക് ടൈം ഉണ്ടെന്നാണോ പറയുന്നേ? ഹേ, എന്റെ അടുത്ത് ടൈമൊന്നും ഇല്ല ബേബി. പക്ഷെ നിന്നെ പോലത്തെ ഒരു ബ്യൂട്ടിക്ക് ഞാൻ ടൈം ഒതുക്കിയല്ല ആവേണ്ടത്. ശരി, മതി മതി. നിന്റെ വൈഫിനോട് എന്താ പറയാ? അതോ, അർജന്റ് ആയിട്ട് ഫോറിനിലേക്ക് പോണെന്ന് പറയും. അത് ശരി, നീ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാൻ അവളെന്താ മന്ദബുദ്ധിയാണോ? എന്റെ ഭാര്യ ഒരുപാട് നല്ലവളാ. ഈ മണ്ണ്, സിമന്റ് കോൺട്രാക്ട് ഇടാൻ വേണ്ടി ദുബായ് പോവാന്ന് ഞാൻ പറഞ്ഞേക്കും, അവളും വിശ്വസിക്കും. നൈസ്. സംസാരമൊക്കെ മതിയാക്കാം. എന്തിനാ നമ്മൾ വന്നത്? ആ കാര്യം നോക്കാം. അതല്ലേ തുടങ്ങാൻ പോകുന്നത്. എനിക്കറിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ തെളിവ് സഹിതം വന്നത്. കണ്ടില്ലേ ഇപ്പോ? ഇനി ഉറപ്പായോ? ഇതുകൊണ്ട് പറയുന്നത് ചിലപ്പോഴെങ്കിലും മറ്റുള്ളവർ പറയുന്നതും കുറച്ച് വിശ്വസിക്കണമെന്ന്. കാരണം കണ്ണുകൊണ്ട് നേരിട്ട് കാണുമ്പോൾ അത് വല്ലാതെ വേദനിക്കും. ചേച്ചി, നിങ്ങളെ വേദനിപ്പിക്കുക എന്നുള്ള എന്റെ ലക്ഷ്യമല്ല. പക്ഷേ ഇതെന്റെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമായിരുന്നു. നിങ്ങൾ എന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു എന്നതല്ല എനിക്കിവിടെ വിഷമം തോന്നിയത്. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചു എന്നതായിരുന്നു എന്നെ വേദനിപ്പിച്ചത്. വീഡിയോ അയക്കുന്നുണ്ട് നിങ്ങളുടെ ഫോണിലേക്ക്. നിങ്ങളുടെ ഭർത്താവ് വരുമ്പോ ചോദിച്ചേക്ക് എല്ലാ കാര്യങ്ങളും. ഞാൻ ഇറങ്ങാണ്. ഇവളെന്തിനാ ഇവിടെ വന്ന്? എന്തു പറ്റി? എന്തിനാ കരയണ? നിങ്ങൾ എന്തിനാ എന്നോട് ഈ ദ്രോഹം ചെയ്തത്? അതിന് എന്ത് കുറവാ എനിക്കുള്ളത്? ഞാനെന്താ കാണാൻ സുന്ദരിയല്ലേ? ഞാനെന്താ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നില്ലേ? ഞാനിവിടെ ജീവനോടുള്ളപ്പോ നിങ്ങൾ വേറൊരു പെണ്ണിനോട് റിലേഷൻ വെച്ചേക്കുന്നു. എന്തിനാ രാജീവ്? നീ എന്താ പറയണ? പോകുന്നില്ലേ? അവളെന്തോ നിന്നോട് നുണ പറഞ്ഞിരിക്കുക. അവളൊന്നും ചുമ്മാ പറഞ്ഞിട്ടല്ല പോയത്. അവൾ എന്റെ കണ്ണ് തുറപ്പിച്ചു. നമ്മുടെ എക്സ്ട്രാ ഉള്ള വീട് നിങ്ങൾ ഒഫീഷ്യലായിട്ട് യൂസ് ചെയ്യുന്നല്ലേ പറഞ്ഞത്? അവിടെ ഗസ്റ്റ് വർക്കേഴ്സ് അല്ലേ താമസിക്കുന്നത്? ഇവളെന്താ വർക്കറാണോ അതോ ഗസ്റ്റോ? അല്ല പ്രണയിനിയാണോ രാജീവ്? ഞാൻ നിങ്ങൾ ദൈവത്തിനെ പോലെ കരുതിയത്. നിങ്ങൾ പറഞ്ഞതെല്ലാം കണ്ണടച്ച് ഞാൻ വിശ്വസിച്ചു. പക്ഷെ നിങ്ങൾ എന്നെ ഇങ്ങനെ ചതിച്ചല്ലോ. എന്തിനാ രാജീവ്? എന്തിനാ? പ്ലീസ് എന്നെ ക്ഷമിക്ക്. ഞാൻ അറിയാതെ തെറ്റ് ചെയ്തു പോയി. ഐ എം സോറി. പ്ലീസ് എന്നെ ക്ഷമിക്കൂ. ഞാൻ വഴി തെറ്റിപ്പോയി. ഞാൻ എന്നെ തന്നെ മറന്നുപോയി. ഇനി ഞാൻ ഏത് തെറ്റും ചെയ്യൂല. പ്ലീസ്, ലാസ്റ്റ് ടൈം. പ്ലീസ് എന്നെ ക്ഷമിക്ക്. പ്ലീസ്. പ്ലീസ് എന്നെ ക്ഷമിക്ക്. പ്ലീസ് എന്നെ ക്ഷമിക്ക്. ഞാൻ അറിയാതെ ചെയ്തു പോയി. പ്ലീസ്, ഇനി ഇങ്ങനെ ചെയ്യില്ല. പ്ലീസ്. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾ പാപം ചെയ്തിട്ട് എന്നെ അങ്ങനെ ചെയ്യിപ്പിക്കാൻ നോക്കാണോ? ആദ്യമായിട്ട് ഒരു തവണ തെറ്റ് ചെയ്തു പോയി. അതുകൊണ്ട് ഞാൻ ക്ഷമിക്കാം. ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. ഇതുപോലെ ഇനി ആവർത്തിക്കില്ല. ഐ ലവ് യു. ഐ എം സോറി.
വലിയ ആളായിട്ട് എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ വന്നതല്ലേ. ഇനിയിപ്പോ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താവുമ്പോ എന്ത് ചെയ്യുന്ന കാണാലോ. സുജാത, സർ, നിങ്ങളിവിടെ എന്റെ വീട്ടില്? നിന്റെ ചെറ്റത്തരം കാണിച്ചല്ലേ എന്റെ പേഴ്സണൽ ലൈഫ് വിട്ട് പുറത്തു മാറി നിൽക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ. ഒരു വട്ടം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇനിമേലാൽ എന്റെ ലൈഫിൽ ഇന്റർഫിയർ ആവാൻ വേണ്ടി നീ ശ്രമിച്ചാലുണ്ടല്ലോ, എന്റെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ തന്നെ നിന്നെ കൊന്നു കുഴിച്ചോളൂ. മനസ്സിലായോ? പോടി. ഇത് നീ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇനി ഞാൻ കാണിച്ചു തരാം എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. നിനക്കത് ഭ്രാന്തുണ്ടോ? അവരൊക്കെ വലിയ ആൾക്കാരാ. അവരുടെ കൂടെ മോദി നമുക്ക് ജയിക്കാൻ പറ്റില്ല. വലിയ ആൾക്കാരാണെങ്കിൽ എന്താ നമ്മളെ പോലുള്ളവരെ അപമാനിക്കാമെന്നാണോ? ഗുഡു, ഇത് അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടം, അഭിമാനത്തിന് വേണ്ടിയുള്ള പോരാട്ടം. അത് ശരി, ഇതാണോ നിന്റെ ഒരുമയുടെ പോരാട്ടം? അതിനൊക്കെ പണം വേണം. രാജേന്റെ അടുത്ത് പോയി സോറി പറ, എന്നിട്ടൊരു 10 ലക്ഷം വാങ്ങിച്ചിട്ട് എല്ലാം മറന്നുകള്. അയാൾ എന്നോട് ചെയ്ത കാര്യങ്ങളൊന്നും എനിക്ക് അത്ര പെട്ടെന്ന് അങ്ങ് മറക്കാനാവില്ല. എന്തു ചെയ്യും? അയാളെ കുറിച്ചുള്ള സത്യം അയാളുടെ വൈഫിന്റെ അടുത്ത് പറഞ്ഞു. എന്തു പറ്റി? ഒന്നും ആയില്ലല്ലോ. അവര് ഭാര്യയും ഭർത്താവ് ഒന്നിച്ചു ചേരും. നീ നടുറോട്ടിലേ നിൽക്കുള്ളൂ. നീ നിന്റെ വെറും കൈനെ കുഴച്ചിട്ടേ നിൽക്കത്തുള്ളൂ. ഇനി വെറും കൈയോടെ നിൽക്കാൻ പോകുന്നത് അവനാ. എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ രാജുവിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവൻ വീണ്ടും വീണ്ടും വന്ന് എന്റെ സ്റ്റേറ്റസ് മോശമെന്നല്ലേ പറയുന്നേ. ഇപ്പൊ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും എന്റെ സ്റ്റേറ്റസ് എന്താണെന്ന്. ദൈവം നിങ്ങൾക്ക് കൂട്ടുണ്ടാവും. ആരുടെ ദൃഷ്ടിയും നിങ്ങൾ മേൽ പെടാൻ പാടില്ല. നമ്മൾ എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കണം. എനിക്ക് പ്രോമിസ് ചെയ്യേ, നിങ്ങൾ ആ പെണ്ണിനെയോ വേറെ ആരെയോ മീറ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ആരെടുത്തൊരു തെറ്റായ റിലേഷനും ഉണ്ടാവാൻ പാടില്ല. എനിക്ക് പ്രോമിസ് ചെയ്യേ. നീയാണ് സത്യം. ഒറ്റവട്ടം ആ തെറ്റ് നടന്നുള്ളൂ. ഇനി ഞാനത് എന്നും ആവർത്തിക്കില്ല. ഞാൻ വരാം. ബൈ. രാജീവ്, എനിക്കൊരു കാര്യം അറിയണം. നമ്മള് എത്ര നാളെ ഇങ്ങനെ ഒളിച്ചൊക്കെ മീറ്റ് ചെയ്യുന്നേ? ബേബി, കുറച്ച് നാൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാവാൻ പാടുള്ളൂ. എൻ്റെ വീട്ടു ജോലിക്കാരി എൻ്റെ വൈഫോട് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ആദ്യം ഞാൻ കവിതയുടെ വിശ്വാസം ജയിക്കണം. അതുവരെ നമ്മൾ ഇങ്ങനെ മീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ? ശരി, ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. ശരി, പോവാം. പട്ടിയുടെ വാല് നേരെയാക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ ഈ ആണുങ്ങളെയല്ല. എന്റെ സ്റ്റേറ്റസ് എന്താണെന്നല്ലേ നീ ചോദിച്ചത്? ഇനി നിന്റെ സ്റ്റേറ്റസ് എന്താന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങളൊരു പാവാന്ന ചേച്ചി ഞാൻ കരുതിയിരുന്നത്, പക്ഷെ നിങ്ങൾ ശരിക്കൊരു മണ്ടിയാണ്. നിങ്ങളുടെ ഭർത്താവ് ശരിക്കും ആരാന്ന് മനസ്സിലാക്കിയിട്ടും ഒന്നും പറയാനോ ഇല്ല, ഒന്നും ചോദിക്കാനോ ഇല്ല. മാത്രമല്ല അങ്ങനെയോട് ക്ഷമിക്കുകയും ചെയ്തു. നിങ്ങളെപ്പോലുള്ള സ്ത്രീകളിലുള്ളത് കാരണം ഭർത്താക്കന്മാരും മറ്റു സ്ത്രീകളെ അന്വേഷിച്ചു പോകുന്നത്. എങ്ങനെ നിങ്ങൾ ഇതൊക്കെ സഹിക്കുന്നു മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലുണ്ടല്ലോ എപ്പോഴും അങ്ങനെ കൊന്നിട്ടുണ്ടാവും.
അങ്കിത 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 ഞാൻ ഫ്രഷ് ആവുക. ഡ്രിങ്ക് റെഡിയാക്ക്, ഞാൻ വരാം. ഓക്കെ, ഞാനും ഡ്രസ്സ് മാറിയിട്ട് വരാം. അങ്കിത 10 മിനിറ്റ് ആയി, പെട്ടെന്ന് വായോ. എത്ര നേരമായിട്ടാ നീ ബാത്റൂമിന്റെ ഉള്ളില്? ഡ്രിങ്ക്സ് റെഡിയാണ്, എന്റെ മൂഡും സെറ്റാണ്. പെട്ടെന്ന് വാ. വേണ്ട വേണ്ട. കവിത ഒരു നല്ല കുട്ടിയാണ്, നല്ല ഒരു ഭാര്യയും കൂടെ. അവൾ രാജീവിയോട് ക്ഷമിച്ചിരിക്കുന്നു. പക്ഷേ രാജീവ് അവന്റെ കളികൾ ഒന്നും തന്നെ നിർത്തിയില്ല. തുടർന്നവൻ അങ്കിതയെ കാണുമായിരുന്നു. വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ രാജീവ് കൊല്ലപ്പെട്ടു. ഇപ്പൊ ചോദ്യം എന്താന്ന് വെച്ചാൽ, കൊന്നത് ആരാണ്? ഭർത്താവ് ചെയ്ത ദ്രോഹത്തിനു വേണ്ടി ഭാര്യയാണോ, അല്ലെങ്കിൽ തന്റെ ചാരിത്രം നഷ്ടപ്പെടുന്ന ഭയത്തിന് ജോലിക്കാരിയാണോ, അല്ലെങ്കിൽ ഈ കൊലപാതകത്തിന് പുറകിൽ വേറെ ആരെങ്കിലും ആണോ? കരഞ്ഞിട്ട് പ്രയോജനമൊന്നുമില്ല. എന്താ നടന്നേന്ന് സത്യം പറ. മാം, ഞാനും രാജീവും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിലായിരുന്നു. ആർക്കും അറിയാതെ നമ്മൾ വേറൊരു വീട്ടിലായിരുന്നു കാണുന്നത്. പക്ഷേ ഒരു ദിവസം അദ്ദേഹത്തിന് വീട്ടിലെ വേലക്കാരിക്ക് ഞങ്ങളുടെ രണ്ടുപേരുടെ റിലേഷനെ പറ്റി അറിയാൻ കഴിഞ്ഞു. സർ, സുജാത, അവര് ഞങ്ങളുടെ റിലേഷനെ പറ്റി അദ്ദേഹത്തിന്റെ വൈഫിനോട് പറഞ്ഞു. അതിനുശേഷം ഞാനും രാജീവും പുറത്ത് വെച്ചാ കാണാൻ തുടങ്ങിയത്. അതിനുശേഷം നമ്മുടെ റിലേഷൻ ഇതേപോലെ തന്നെ ആ വീട്ടിൽ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. ഹലോ രാജീവ്, ഞാൻ വീടിന് പുറത്താ നിൽക്കുന്നത്. നീ എവിടെയാ ഉള്ളത്? എപ്പോൾ വരുമെന്ന് പറ, ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യട്ടെ. ഞാൻ 5 മിനിറ്റിനകം വരാം. ശരി, ഐ ലവ് യു. പ്ലീസ് കം ഫാസ്റ്റ്, ഐ എം വെയിറ്റിംഗ് ഫോർ യു. പ്ലീസ്. അങ്കിത, അനങ്ങരുത്, ഇവിടെ തന്നെ ഇരിക്കണം. ഞാൻ ഫ്രഷ് ആവുക. ഡ്രിങ്ക് റെഡിയാക്ക്, ഞാൻ വരാം. പിന്നെ എന്താ നടന്നേ? അതിനുശേഷം എന്താ നടന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ സത്യം പറയുന്നത്. ബോധം വന്നപ്പോ ഞാൻ രാജീവിന്റെ ബോഡിയാ കാണുന്നത്. അതിനുശേഷം ഞാൻ നിങ്ങളെ കോൾ ചെയ്തു മാം. അങ്ങനെയെങ്കിൽ നീ ആ വീട്ടിനകത്ത് പോകും മുന്നേ വീട്ടിനകത്ത് വേറൊരു ലേഡി ഇരിപ്പുണ്ടായിരുന്നു. അത് സ്ത്രീ അല്ലായിരുന്നു, പുരുഷനായിരുന്നു. വേണ്ട വേണ്ട. ആ ആണ് സാരി എടുത്തിട്ടുണ്ടായിരുന്നു മാം. ആണായിരുന്നോ? അതെ മാഡം. അവന്റെ മുഖം നിനക്ക് ഓർമ്മയുണ്ടോ? യെസ് മാം.
എത്രയും പെട്ടെന്ന് അവരുടെ സ്കെച്ച് വരച്ചെടുക്ക. അവന്റെ ഫോട്ടോ ഇന്റർനെറ്റിൽ വൈറലാകട്ടെ. എല്ലാ ടീമിനെയും അയച്ചു വെക്ക്. അവിടെ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട് എല്ലാ സ്ഥലത്തിലും അലർട്ട് ചെയ്തു വെക്ക്. പെട്ടെന്ന് 24 മണിക്കൂറിനകം എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിച്ചേ പറ്റൂ. മനസ്സിലായോ? യെസ് മാം. വേറൊരു വിഷയം, ഇപ്പൊ തന്നെ നിങ്ങൾ രണ്ടുപേരും കവിതയുടെയും സുജാതയുടെയും വീട്ടിൽ പോണം. ആ വീട് ശ്രദ്ധിച്ചോണം. എന്തെന്നാൽ ഈ കൊലക്കുറ്റത്തിൽ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ അവർക്ക് രണ്ടുപേർക്കും കണക്ഷൻ കാണും. പോയിക്കോ. ശരി മാഡം. രാജുവിനെ നീയല്ലേ കൊന്നത്? സാർ, രാജീവിനും എനിക്ക് ഒരു പകയുമില്ല. സുജാത പറഞ്ഞിട്ടാ ഞാൻ അവനെ കൊന്നത്. രാജീവിന് നിനക്കും എന്താ പ്രശ്നം? മറുപടിതാ. എന്തിനാ രാജീവിനെ കൊല ചെയ്യാൻ പറഞ്ഞേ? ചതിക്കായിരുന്നു അയാൾ സ്വന്തം ഭാര്യയെയും എന്നെയും. നിങ്ങൾ പേടിച്ചു പോയോ? ഞാൻ നിങ്ങൾക്ക് ലിഫ്റ്റ് തരാന്ന് കരുതിയ കാറ് നിർത്തിയത്. എല്ലാം ഞാൻ തന്നെ എടുത്തു തരാം. അല്ല സർ, അതൊന്നും വേണ്ട. സാർ ഒരു വലിയ ആളല്ലേ, ഞാൻ ഇതൊക്കെ ചെയ്തോളാം. ആരും ഇവിടെ വലിയ ആളൊന്നും അല്ല, എല്ലാരും ഒന്നാണ്. നിങ്ങള് ഡ്രിങ്ക്സ് അടിക്കുവോ? അത് ഇടയ്ക്കെപ്പോഴെങ്കിലും ഒന്ന് റിലാക്സ് ആവാനായി ചെയ്യാറുണ്ട്. എന്റെ ഒപ്പം കുടിക്കോ? Cheers. ആദ്യമായിട്ടാ ഞാൻ ഇനി ഒരാളുടെ കൂടെ ഇതുപോലെ കാറിലിരുന്ന് ഡ്രിങ്ക്സ് കഴിക്കുന്നത്. എന്റെ ഒപ്പം കുടിക്കോ? പിന്നെ നിന്റെ കൂടെ കാറിലോ ബാറിലോ എവിടെയാണെങ്കിലും ഞാൻ എപ്പോഴും വരാം. നിങ്ങൾ മുതലാളിയാണ്, അതുപോലെ ഞാൻ വേലക്കാരിയും. നമ്മൾ തമ്മിൽ എങ്ങനെയൊരു സൗഹൃദം സാധ്യമാവുന്നത്? എന്തുണ്ടാവില്ല. ഈ ലോകത്ത് മുതലാളി തൊഴിലാളി അങ്ങനൊന്നും ഒന്നുമില്ല. ലോകത്ത് ആണുങ്ങളുണ്ടാവും, പെണ്ണുങ്ങളുണ്ടാവും. ഞാനൊരാൺ, നീ ഒരു പെണ്ണ്. രാജീവ് എന്നെ എന്നും തെറ്റായ രീതിയിലാണ് നോക്കിയിട്ടുള്ളത്. ഞാനും അയാളുടെ കയ്യിലെ കാശ് കണ്ട് ഒന്ന് വഴിതെറ്റി. എന്നിട്ട് അയാളുമായി ഒരു ബന്ധം സ്ഥാപിച്ചു.
ഗോൾഡ് ചെയിനോ? ഇത് 2 ലക്ഷം. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ട്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു ഭാര്യയുള്ളത് പിന്നെ എന്തിനാ അവരെ ഇങ്ങനെ ചതിക്കുന്നേ? അതുപോലെ എന്നിൽ എന്താ എത്ര പ്രത്യേകത? സ്നേഹം. നോക്ക്, കവിതയ്ക്കും എനിക്കും അറേഞ്ച്ഡ് മാരേജ്. അവള് നല്ലവളാ. പക്ഷെ ഞാൻ ലവ് ചെയ്യുന്നത് നിന്നെ മാത്രമാ. എന്നോട് ഇത്രയധികം സ്നേഹം ഉണ്ടെങ്കിൽ പിന്നെ അവരെ ഡിവോഴ്സ് ചെയ്ത് എന്തുകൊണ്ട് എന്നെ കല്യാണം കഴിക്കുന്നില്ല? ഹേ, വട്ടാണോ? അവളെ ഡിവോഴ്സ് ചെയ്താ മൊത്ത പൈസ ആലുമണിയിൽ പോവും. പിന്നെ ഈ കോസ്റ്റ്ലി ആയ ഗോൾഡ് ചെയിൻ ഒന്നും എനിക്ക് വാങ്ങിത്തരാൻ പറ്റൂല നിനക്ക് വേണ്ടി. അവളെന്റെ വൈഫ് ആയിക്കോട്ടെ. നീ എന്റെ ഹൃദയത്തിന്റെ റാണി ആയിക്കോ. ഓക്കെ അല്ലേ? ആദ്യം ഞാൻ വിചാരിച്ചിരുന്നത് രാജീവ് എന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടെന്നാ. പിന്നെ ഒരു ദിവസം അയാളുടെ സത്യം എന്റെ കൺമുന്നിൽ കണ്ടു. ഞാൻ അയാളെ ആ സ്ത്രീയോടൊപ്പം കൈയോടെ പൊക്കുകയായിരുന്നു. സർ! എടാ വഞ്ചക, നീ എന്നോട് പറഞ്ഞത് നീ എന്നെ ലവ് ചെയ്യുന്നതല്ലേ? ഇതാണോ നിന്റെ ലവ്? നിനക്കെന്ത് ഭ്രാന്തുണ്ടോ? നിന്നെ ഞാൻ ലവ് ചെയ്യൂ? നിനക്ക് എന്ത് അർഹതയാ ഉള്ളത്? എന്റെ വീട്ടിൽ ജോലിക്കാരി. ഓടി. ഞാൻ ആരാണ് നീ കാണാൻ പോകുന്നത്? നിന്റെ ഭാര്യയോട് ഞാൻ പോയി നിന്റെ സത്യം പറഞ്ഞു കൊടുക്കും. അതുപോലെ ഞാൻ പോലീസിനടുത്തും പോയി എല്ലാം പറയും. പോലീസോട് നീ എന്ത് പറയും? ഞങ്ങൾ രണ്ടുപേരും നിന്നെ വേണ്ടെന്ന് പറഞ്ഞു. എന്നാലും നീ ഡ്യൂപ്ലിക്കേറ്റ് കീ വെച്ച് ഉള്ളിൽ കയറി അല്ലേ? എന്ത് ചെയ്യാനാ ഉള്ളിൽ കയറിയേ? കക്കാനല്ലേ അല്ല കൊല്ലാനാണോ? ദേ നോക്കിയേ, ബുദ്ധിപൂർവ്വം ആലോചിക്കേ. എന്ത് നടക്കുന്നോ അത് അതുപോലെ തന്നെ നടക്കാൻ പറ്റും. എനിക്ക് സന്തോഷം കിട്ടുന്നുണ്ട്, നിനക്ക് പണം കിട്ടുന്നുണ്ട്. ഇതും ഇല്ലാതാക്കല്ലേ. മനസ്സിലായോ? അന്ന് അയാൾ എന്നെ വല്ലാതെ അപമാനിച്ചു. അതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ കവിതയുടെ വീട്ടിൽ പോയി അയാളുടെ എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞു. പക്ഷെ ആ കവിത എന്നിട്ട് അയാളോട് ക്ഷമിച്ചു. അത് കഴിഞ്ഞ രാജീവ് വന്ന് എന്നെ ഭീഷണിപ്പെടുത്തി. അതെനിക്ക് ഒരു രീതിയിലും സഹിക്കാൻ കഴിഞ്ഞില്ല. നിന്റെ ചെറ്റത്തരം കാണിച്ചല്ലേ എന്റെ പേഴ്സണൽ ലൈഫ് വിട്ട് പുറത്തു മാറി നിൽക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ? ഒരു വട്ടം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇനിമേലാൽ എന്റെ ലൈഫിൽ ഇന്റർഫിയർ ആവാൻ വേണ്ടി നീ ശ്രമിച്ചാലുണ്ടല്ലോ, എന്റെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ തന്നെ നിന്നെ കൊന്നു കുഴിച്ചോളി. മനസ്സിലായോ? ഓടി. പിന്നെ ഞാൻ അയാളെ വീണ്ടും കൈയോടെ തന്നെ പൊക്കി. എന്നിട്ട് അതെല്ലാം എടുത്ത് കവിതയുടെ വീട്ടിൽ പോയി സത്യം തുറന്നു പറഞ്ഞു. നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, കാരണം നിങ്ങളൊരു പതിവ്രതയാണല്ലോ. ഇനി നിങ്ങളുടെ ഭർത്താവ് വേറൊരുത്തിയുടെ കൂടെ കിടന്നാലും ശരി, അതിന് വേലക്കാരിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതുകൊണ്ട് എന്താ പ്രശ്നം? എന്ത്? രാജീവ് നിങ്ങളുടെ കൂടെയും? എന്ന് മുതൽ ഞാനിവിടെ ജോലി ചെയ്യുന്നു അന്ന് മുതൽ ഞാനും രാജീവുമായി ബന്ധത്തിലാണ്. അയാൾ നിങ്ങളെ മാത്രമല്ല എന്നെയും ചതിച്ചിരിക്കുകയാണ്. ഇത്രയും വലിയ ചതിയനായ ഒരാളെ ഒരു ശിക്ഷയും കൊടുക്കാതെ എങ്ങനെ വെറുതെ വിടാൻ കഴിയുന്നു? നിങ്ങൾക്ക് ദേഷ്യം വരുന്നില്ലേ? നിങ്ങൾക്ക് അയാളെ കൊല്ലാൻ തോന്നുന്നില്ലേ? ഞാൻ അദ്ദേഹത്തിന്റെ പത്നിയാണ്. എനിക്ക് അദ്ദേഹത്തെ കൊല്ലാൻ സാധിക്കില്ല. പക്ഷെ നിനക്ക് കൊല്ലാൻ കഴിയില്ലേ? അതിനുശേഷം എന്താ നടന്നേ? അത് കഴിഞ്ഞ് ഞാൻ തീരുമാനിച്ചു ഞാൻ രാജീവിനെ കൊല്ലുമെന്ന്. ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന എന്താ? എന്ത് പറ്റിയെന്ന് പറ. പറഞ്ഞിട്ട് എന്താ കാര്യം? നിനക്ക് ഒന്നും ചെയ്യാനാവില്ല. നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ആദ്യം എന്താന്ന് പറ. നിന്നെ കൊണ്ടൊരു കൊലപാതകം ചെയ്യാൻ പറ്റുമോ? നീ ചെക്ക് ചെയ്യാണോ? വെറുതെ കളിയാക്കാൻ പറഞ്ഞല്ലേ? ഞാൻ കളിയാക്കാൻ വേണ്ടിയൊന്നും പറഞ്ഞതല്ല. ഈ
2 ലക്ഷം അഡ്വാൻസ് ആണ്. 2 ലക്ഷം കാര്യം കഴിഞ്ഞതിന് ശേഷം. ഇനി എന്തെങ്കിലും വേണോ? നീ വേണം. അതുപോലെ ഗുഡ്ഡു എന്റെ കൂട്ടുകാരനാണ്. ഞാൻ ഗുഡ്ഡുവിനെ കൊണ്ട് കവിതയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. കവിതയാണ് ഗുഡ്ഡുവിന്റെ കയ്യിൽ പൈസ കൊടുത്തതും അതുപോലെ വീടിന്റെ വേറൊരു താക്കോൽ കൊടുത്തതും. പറ ഗുഡു. ചാവി എടുത്തിട്ട് ഞാൻ ആ പെണ്ണ് വരുന്നതിന് മുമ്പ് എന്നെ വീട്ടിൽ കയറി. ഞാൻ സാരി കെട്ടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ആർക്കും എന്നെ മനസ്സിലായില്ല. ഇപ്പൊ നീ ആരെന്ന് മനസ്സിലായി. എന്റെ അടുത്ത് തന്നെ വന്നു ചേർന്നു നീ. ഇവന്റെ മേലെ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തോളൂ. യെസ് മാഡം. സുജാത, ഗുഡ്ഡു, കവിത, ഇവർക്ക് 3 പേർക്കും രാജീവിന്റെ കൊലയില് ഇവർക്ക് എല്ലാവർക്കും പങ്കുണ്ട്. രാജു ഒരു തെറ്റായവനാണെങ്കിൽ തന്റെ ഭാര്യയെ മാത്രമല്ല തന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരിയെ പോലും ലവ്, പ്രേമം, സ്നേഹമെന്ന് പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരുന്നു. അവനൊരു കുറ്റവാളിയാണ്. അവന് ശിക്ഷ കിട്ടിയേ പറ്റൂ. പക്ഷേ ശിക്ഷിക്കേണ്ട സ്വാതന്ത്ര്യം സുജാതയ്ക്കോ കവിതയ്ക്കോ ഒരു പരിധിവരെ മാത്രമേ പറ്റൂ. കവിത നിയമത്തിന്റെ സഹായം ആവശ്യപ്പെട്ടിരുന്നാൽ ഇന്ന് രാജു ജീവനോടെ ഉണ്ടായിരുന്നിരിക്കും. അതുമല്ലാതെ കവിതയും സുജാതയും നിയമത്തിന്റെ പിടിയിലാവില്ലായിരുന്നു. അതുകൊണ്ട് നമ്മുടെ വികാരം നിയന്ത്രിക്കാൻ പറ്റാതെ നമ്മൾ ഒരിക്കലും നിയമം കയ്യിലെടുക്കാൻ പാടില്ല. ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഇതാ വിട പറയുന്നു. നമുക്ക് വേറൊരു കഥയോടെ വീണ്ടും കാണാം. കാരണം ഈ കഥയിൽ ഒരു കുറ്റവാളിയെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, ഈ സമൂഹത്തിന്റെ മുഖമെടുത്ത് കാണിക്കുന്നതായിരിക്കും. കാണുക ക്രൈം അലേർട്ട്. ഇന്നത്തെ സമയവും ഇന്നത്തെ കുറ്റവും.